വലിയ സ്വപ്നങ്ങൾ കാണണമെന്ന് തോന്നിയാലും പക്ഷേ അവ സാക്ഷാത്കരിക്കാൻ ഊർജമില്ല. നാളെ ഞാൻ അത് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നു, പക്ഷേ നാളെ ഒരിക്കലും. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അത് ആരംഭിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. ഒരു പുസ്തകം എഴുതുന്നതിനെക്കുറിച്ചോ പുതിയ എന്തെങ്കിലും പഠിക്കുന്നതിനെക്കുറിച്ചോ നിങ്ങൾ ചിന്തിക്കുന്നു. പകരം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സ്ക്രോൾ ചെയ്യുകയോ TV കാണുകയോ ചെയ്യുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നിങ്ങൾ എന്നേക്കും മടിയനായിരിക്കുന്നത് കൊണ്ടല്ല. എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടായി തോന്നുമ്പോൾ ജോലികൾ വളരെ വലുതായി തോന്നുന്നതിനാലാണ്. നിങ്ങളുടെ മസ്തിഷ്കം പറയുന്നു, നമുക്ക് എളുപ്പത്തിൽ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഈ അലസത പരിഹരിക്കാൻ കഴിയുമെന്ന സന്തോഷ വാർത്ത. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കരുതുന്നില്ല. ഇത് ഒരു ശീലം മാത്രമാണ്. ശീലങ്ങൾ മാറാം. ലക്ഷ്യം അസാധ്യമാണെന്ന് തോന്നിയതിനാൽ നിങ്ങൾ എത്ര തവണ കുടുങ്ങിയിട്ടുണ്ടെന്ന് ചിന്തിക്കുക. നിങ്ങൾ പണം ലാഭിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ കുറയ്ക്കുക എന്ന ചിന്ത എല്ലാം വളരെയധികം തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യവാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എല്ലാ ദിവസവും ഓടുക എന്ന ആശയം ക്ഷീണിപ്പിക്കുന്നതായി തോന്നുന്നു. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നല്ല, വേദന ഒഴിവാക്കാനും ആശ്വാസം തേടാനും നിങ്ങളുടെ തലച്ചോറ് വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറിനെ മറികടക്കാൻ കഴിയും. മടിയനാകുന്നത് നിർത്താനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാനും നിങ്ങളെ സഹായിക്കുന്ന 3 ലളിതമായ ഘട്ടങ്ങൾ ഇതാ. ആദ്യ ഘട്ടം ചെറുതാക്കുക. വലിയ ജോലികൾ ഭയപ്പെടുത്തുന്നതാണ്. അതിനാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവയെ ചെറുതാക്കുക. ഒരു പുസ്തകം എഴുതൂ. 200 പേജുകൾ എഴുതുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഇന്നൊരു വാചകം എഴുതൂ. ചെറിയ ചുവടുകൾ എളുപ്പമാണ്, അത് നിങ്ങളെ സന്തോഷിപ്പിക്കും. ഒരു മല കയറുന്നത് പോലെ ചിന്തിക്കുക. നിങ്ങൾ മുകളിലേക്ക് ചാടില്ല. നിങ്ങൾ ഒരു ചുവട് വയ്ക്കുന്നു, പിന്നെ മറ്റൊന്ന്. നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി അത് ചെയ്യുക. ചെറിയ വിജയങ്ങൾ കൂട്ടിച്ചേർക്കുക. ഗിറ്റാർ വായിക്കുന്നത് പോലുള്ള ഒരു പുതിയ വൈദഗ്ധ്യം പഠിക്കണമെങ്കിൽ ഇതാ മറ്റൊരു ഉദാഹരണം. ഒരു ദിവസം കൊണ്ട് ഒരു മുഴുവൻ പാട്ടും പഠിക്കാൻ ശ്രമിക്കരുത്. കാലക്രമേണ ഒരു കോഡ് പരിശീലിക്കുക. ആ ചെറിയ ശ്രമങ്ങൾ വലിയ ഫലങ്ങളായി മാറുന്നു. പ്രധാനം പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്, പൂർണ്ണതയല്ല. ഘട്ടം 2. എളുപ്പമുള്ള ദിനചര്യകൾ സൃഷ്ടിക്കുക. ഇച്ഛാശക്തിയെ ആശ്രയിക്കരുത്. ദിനചര്യകൾ സജ്ജമാക്കുക. ഇച്ഛസപ്പി തീർന്നു, പക്ഷേ ദിനചര്യകൾ കാര്യങ്ങൾ യാന്ത്രികമാക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ വ്യായാമം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ കിടക്കയ്ക്കരികിൽ നിങ്ങളുടെ ഷൂസ് അങ്ങനെ വയ്ക്കുക. ആരംഭിക്കാൻ എളുപ്പമാണ്. പരിശീലന ചക്രങ്ങൾ പോലുള്ള ദിനചര്യകളെക്കുറിച്ച് ചിന്തിക്കുക. അവ നിങ്ങൾക്ക് സ്വാഭാവികമായി ചെയ്യാൻ കഴിയുന്നതുവരെ കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ആരംഭിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ദിനചര്യ എന്താണ്? ഒരുപക്ഷെ അത് എല്ലാ ദിവസവും രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക എഴുതുകയോ നിങ്ങൾ ഉണർന്നയുടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയോ ആകാം. ഈ ചെറിയ ശീലങ്ങൾ ഘടന സൃഷ്ടിക്കുകയും ആക്കം കൂട്ടാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. 3-ാം ഘട്ടം 2 മിനിറ്റ് നിയമം ഉപയോഗിക്കുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം ആരംഭിക്കുന്നത്. അതിനാൽ സ്വയം വാഗ്ദാനം ചെയ്യുക. വെറും 2 മിനിറ്റ് എന്തെങ്കിലും ജോലി ചെയ്യും. അത് ഒരു പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പേജ് വായിക്കുക. നിങ്ങളുടെ മുറി വൃത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു മൂലയിൽ നിന്ന് ആരംഭിക്കുക. അത് തുടരാൻ എളുപ്പമാണ്. അതൊരു കുന്നിൻ മുകളിലേക്ക് പന്ത് തള്ളുന്നത് പോലെയാണ്. ആദ്യ പുഷ് ബുദ്ധിമുട്ടാണ്, പക്ഷേ അതിനുശേഷം അത് സ്വയം ഉരുളുന്നു. ഇതാ ഒരു ബോണസ് ടിപ്പ്. നിങ്ങളുടെ 2 മിനിറ്റ് പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾക്കായി ഒരു പ്രതിഫലം നൽകുക. ഒരുപക്ഷെ അത് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ട് കേൾക്കുകയോ ഒരു ചെറിയ ഇടവേള എടുക്കുകയോ ചെയ്യാം. റിവാർഡുകൾ തുടക്കം നല്ലതായി തോന്നിപ്പിക്കുകയും തുടരാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ചെറുതായി തുടങ്ങുന്നു. നിങ്ങൾ അഭിനന്ദിക്കുന്ന ആളുകളും അവർ ബുദ്ധിമുട്ടുന്നു. അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നിങ്ങൾ പൂർണ്ണതയുള്ളവരായിരിക്കേണ്ടതില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളെ ഇപ്പോൾ ഒരു തീ പോലെ ചിന്തിക്കാൻ തുടങ്ങണം. അതൊരു ചെറിയ തീപ്പൊരിയാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിയും ഇന്ധനം ചേർക്കുന്നത് പോലെയാണ്. ഉടൻ തന്നെ നിങ്ങൾക്കൊരു തീജ്വാലയുണ്ടാകും. അതിനാൽ ആ തീ കത്തിക്കാൻ നിങ്ങൾ ഇന്ന് എന്തു ചെയ്യും എന്നത് ഓർമ്മിക്കുക. പരാജയപ്പെടുന്നത് ശരിയാണ്. എല്ലാവരും പരാജയപ്പെടുന്നു. പ്രധാനം നിങ്ങൾ വീണ്ടും എഴുന്നേറ്റ് വീണ്ടും ശ്രമിക്കുക എന്നതാണ്. പരാജയം വിജയത്തിൻ്റെ വിപരീതമല്ല, അത് യാത്രയുടെ ഭാഗമാണ്. അതിനാൽ നിങ്ങളോട് ദയ കാണിക്കുകയും മുന്നോട്ട് പോകുകയും ചെയ്യാം. നിങ്ങൾ അതിമോഹമുള്ള ആളാണെങ്കിലും മടിയനാണെങ്കിൽ ചെയ്യേണ്ടത് ഇതാണ്. 1. ചെറുതും എളുപ്പവുമായ ജോലികളാക്കുക. 2. നിങ്ങളെ സഹായിക്കാൻ ദിനചര്യകൾ സൃഷ്ടിക്കുക. വെറും 2 മിനിറ്റ് പരിശ്രമം കൊണ്ട് ആരംഭിക്കുക. അതാണത്.
തികഞ്ഞ നിമിഷത്തിനായി കാത്തിരിക്കരുത്. ഇപ്പോൾ ആരംഭിക്കുക. ഒരു കാര്യം തിരഞ്ഞെടുത്ത് ഇന്നൊരു ചെറിയ ചുവടുവെപ്പ് നടത്തുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. അവ സാക്ഷാത്കരിക്കുക. ഇത് ഓർമ്മിക്കുക, നിങ്ങൾ പൂർണ്ണതയുള്ളവരാകേണ്ടതില്ല, നിങ്ങൾ സ്ഥിരത പുലർത്തേണ്ടതുണ്ട്. പതിവായി ചെയ്യുന്ന ചെറിയ ശ്രമങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. പക്ഷേ നടപടിയെടുക്കാതെ നിങ്ങൾക്ക് സ്ഥിരത പുലർത്താൻ കഴിയില്ല. അതിനാൽ ഇന്ന് തന്നെ നടപടിയെടുക്കാൻ ശ്രമിക്കുക.